കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പൊതു ബജറ്റ് ഒറ്റനോട്ടത്തിൽ ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ, വില കുറയുന്ന സാധനങ്ങൾ, കൂടുന്ന സാധനങ്ങൾ, അതുപോലെ ഇതെല്ലാം ചുരുക്കത്തിൽ MK വിനോദ് ഒരു എക്സ്പ്ലെയിനർ വീഡിയോ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. തന്റെ തുടർച്ചയായ 7ാം ബജറ്റിലൂടെ ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമനും ചരിത്രത്തിൽ ഇടം നേടി. 4 കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ നയമാണ് ഈ ബജറ്റിൽ ഏറെ ശ്രദ്ധേയം. യുവാക്കൾക്കായി 5 തൊഴിൽ പദ്ധതികൾ ഇതിൽ വിഭാവന ചെയ്യുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് 5 സംസ്ഥാനങ്ങൾ കൂടി അനുവദിക്കും. വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് 1.48 ലക്ഷം കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി രൂപയും അനുവദിച്ചു. നഗര PM ആവാസ് യോജനയ്ക്ക് 19 ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചത്. ദേശീയപാതാ വികസനത്തിന് 26,000 കോടി രൂപ ലഭ്യമാക്കും. ബഹിരാകാശ പദ്ധതികൾക്ക് 1000 കോടി രൂപയാണ് അനുവദിച്ചത്. പുതിയ ദേശീയ സഹകരണ നയവും നിലവിൽ വരുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. 20 ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനവും 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പയുമാണ് യുവാക്കൾക്കുള്ള സമ്മാനം. 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങും. തൊഴിൽ മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കും. നിലവിലുണ്ടായിരുന്ന മുദ്രാ ലോണിൻ്റെ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കി ഉയർത്തി. കർഷകർക്ക് ലാഭം വർദ്ധിപ്പിക്കാൻ താങ്ങുവില 50% ഉയർത്തി. ബീഹാർ, ആന്ധ്ര, ഒഡീഷ, ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജും അനുവദിച്ചു. ആദ്യമായി ജോലി നേടുന്നവർക്കും EPF പദ്ധതി, 100 നഗരങ്ങളിൽ വ്യവസായ പാർക്കുകൾ, കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്ബുകൾ എന്നിവയെല്ലാം ബജറ്റിൽ വിഭാവന ചെയ്യുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3 കോടി പുതിയ വീടുകളാണ് ഇനി ഉയരുക. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പിന് അവസരം. വിദ്യാർത്ഥികൾക്ക് 500 രൂപ വീതം സ്റ്റൈപ്പൻഡ് ലഭിക്കും. ഇതുകൂടാതെ പുതുതായി ജോലിയിൽ കയറുന്ന വിദ്യാർത്ഥികൾക്ക് 1 മാസത്തെ ശമ്പളവും സർക്കാർ അനുവദിക്കും. 1 കോടി വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കാൻ പോവുക. 1 കോടി വീടുകളിൽ സൗരോർജ പദ്ധതി, വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ്, വഴിയോര വിപണിക്ക് സഹായം, അസമിനും ഹിമാചലിനും പ്രളയ സഹായം, ഗയ, ബോധ്ഗയ ക്ഷേത്രങ്ങൾ നവീകരിക്കും. ആദായ നികുതി നിയമത്തിൽ സമഗ്രമായ പരിഷ്കാരം, 100 ഭക്ഷ്യവസ്തു പരിശോധനാ ലാബുകൾ. ഇനി വില കുറയുന്ന ഇനങ്ങൾ ഏതെല്ലാം എന്ന് പരിശോധിക്കാം. സ്വർണം, വെള്ളി കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. സ്വർണം ഗ്രാമിന് ഇതുമൂലം 420 രൂപ വരെ കുറയും. മൊബൈൽ ഫോൺ, ചാർജർ എന്നിവയുടെ വില കുറയും. ക്യാൻസറിനുള്ള 3 മരുന്നുകളുടെ ഡ്യൂട്ടി കുറച്ചു. എക്സ്റേ ട്യൂബുകളുടെ തീരുവയും വളരെയധികം കുറച്ചു. ലെതറിനും തുണിത്തരത്തിനും വില കുറയും. മീൻ തീറ്റയ്ക്ക് വില താഴേക്ക്. എന്നാൽ പ്ലാസ്റ്റിക്കിന് നികുതി വർദ്ധിപ്പിച്ചു. കോർപ്പറേറ്റ് നികുതി കുറയും. വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതി 35% കുറച്ചിട്ടുണ്ട്. ആദായ നികുതിയിൽ ഇളവ് ലഭിക്കും. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. നികുതി ഘടനയിലും സമ്പൂർണ്ണമായ പരിഷ്കാരം. ഇതാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തേതും നിർമ്മല സീതാരാമൻ്റെ 7ാമത്തേതുമായ ബജറ്റിൻ്റെ പ്രാഥമിക വിവരങ്ങൾ.